ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗായ്സ് കുഞ്ഞോളാണ് ഗായ്സ്. വെറൈറ്റി വീഡിയോ എടുക്കലുമായി അൻഷിഫ് മുനിക്കൽ ഇതാ. അതായത് മൊബൈല് നമ്മൾ എങ്ങനെയാണ് ഈ ക്യാമറ യൂസ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ ഇട്ടിടും. വെറൈറ്റി ക്യാമറമാൻ അൻഷിഫ് മുനിക്കൽ അവതരിപ്പിക്കുന്ന പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞോൾ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞോൾ. അപ്പൊ ഗായ്സ്, ആ വീഡിയോ എടുക്കൽ നിർത്തിട്ടോ. കാരണം അത് നമുക്ക് കുഞ്ഞോക്കൊക്കെ ഈറടിച്ചത് ഞാനങ്ങനെ കാട്ടിച്ചു ഫോൺ കൊണ്ട് ഇങ്ങനെ അമ്മാനെ അതാ ടിഷുമായി മുതിർത്ത് പോകണം. ടിഷുമാക്ക് പനിയാണ് ഗായ്സ്. ഇല്ല ഞങ്ങളെ അവനിക്ക് പറഞ്ഞു പറയാം, ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കല്ലേ ഒരടിയിൽ എൻ്റെ വലിച്ചിട്ട് എന്ത് ഞങ്ങൾ കമന്റിലൊന്ന് പറയട്ടെ. എന്ത് കുരു പിന്നെ പറല ഞാൻ കുരുകുരാണ് പോളെ പല്ലിന്റെ അണ്ണിന്റെ അവിടെ കുരുകുരു വരുന്നുണ്ട്. പല്ല് വരെ അതാകുന്നോണ്ടാണത്. ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ഗൈസ്. അബ്രുവിന് നഖം ഇല്ലാന്നാണ് പ്രശ്നം. ഇവന് മുഖത്ത് വെളുത്ത പാടും, പിന്നെ അതേപോലെ തൊണ്ടയില് പിന്നെ കൊര, ഇവക്ക് എന്താ പല്ല് വരുന്നില്ല, അതേപോലെ തൊലിമ ചെറിയ പാടുകള്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ജിബ്രാന് മാത്രമേ ഇപ്പോ സ്പോട്ടില് ഇതൊന്നും ഇല്ലാത്തത്, അസുഖങ്ങളൊന്നും ഇല്ലാത്തത്. പിന്നെ കുഞ്ഞോക്ക അതാണ് അസുഖം. കുഞ്ഞോക്കുള്ള അസുഖം എന്താ വെച്ചാല് വൈറ്റമിൻ ഡി കുറവ് മൂലം ഉണ്ടാവുന്ന, പിന്നെ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ട്രെൻഡ് അസുഖം. എന്താണ് ഇതെന്താണ് പിന്നെന്താണ് കുഞ്ഞോളെ അസുഖത്തിന് ഇതെന്താണ്? എന്നിട്ട് ഞാൻ എന്തിനു പറഞ്ഞു, ഞാൻ ഇവിടെ ഓരോ അസുഖം ഇങ്ങനെ പറയട്ടെ. അപ്പൊ ഞാനത് സീരിയസ്നെസ് കൊടുക്കാതെ എടുക്കും. അതായത് ഞാൻ എന്തായാലും ഇപ്പൊ ഞാൻ ഇബ്രാഹിം അബ്രൊക്കെ വീണു. ഞാൻ എന്നോട് പറഞ്ഞു, ഇബ്രാഹിം വീണപ്പോ ഓന്റെ കാലിതായപ്പോ ഞാൻ പറഞ്ഞു, ഇബ്രാഹിം ആ പ്രശ്നമൊന്നുമില്ല, ആ പോയി കെട്ടിക്കിടന്നാൽ മതി. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞു, എന്ത് കുഞ്ഞോളെ ശ്രദ്ധിക്കണം, ഓനെ വേദന ഉണ്ടെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഓൻ പറയണ ഈ സ്കൂൾക്ക് പറഞ്ഞേക്കരുത്. ഇജ്ജ് ചോദിക്കണ്ട, ഓൻ അങ്ങോട്ട് പറയണ വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ ജോന സ്കൂൾക്ക് പറഞ്ഞേക്കരുത്, ഓനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. മനസ്സിലായോ? അതാണ് ഞാൻ. ഇരിക്കൻ്റെ മാതിരി ഒലിപ്പിച്ചുകൊണ്ടുണ്ടല്ലോ അവൻ്റെ കുറ്റിയെ, അതോട് രോഗം മാറൂല മേളെ കേട്ടോ. ഞാനത് ചികിത്സ കൊടുക്കേണ്ട സാധനമാണ്, ഞാൻ ചികിത്സ കൊടുക്കും. എനിക്കത് ചികിത്സ കൊടുക്കേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ മുഖത്ത് അങ്ങനെ വെള്ളപ്പാട് ഉണ്ടാകാൻ അയക്കൂലേ. ഒരു പാട് വന്നപ്പോ ഞങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ എന്തുകൊണ്ടാണ് ചികിത്സിക്കുന്നില്ല. അല്ല, ആ പാട് എന്റെ മുഖത്തുണ്ട്, എന്റെ മുഖത്തുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട. അത് ഇനിയിപ്പോ എന്റെ മുഖത്ത് തല്ല, എനിക്ക് ഇനിയിപ്പോ എന്തെന്നെ വന്നാലും നിങ്ങളത് മൈൻഡ് വെക്കൂല. അത് അങ്ങനെ മാറുന്ന അസുഖമാണ്. അത് ചികിത്സിക്കണ്ട. ഇംഗ്ലീഷ് മരുന്ന് കയറ്റിയാണെങ്കിൽ കുട്ടികളെ ശരീരം കേടെടുത്താനേ ഇന്നെ കിട്ടൂല. നല്ല സാധനങ്ങളല്ലാതെ വേറെ ഒന്നും ഇവിടെ കൊണ്ടു കൊടുക്കൂലേ. അതിനാരും നല്ല സാധനമല്ല. ഞാൻ കുട്ടികൾക്ക് കള്ളും കൊക്കോളല്ലേ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെ 2 കുപ്പിയുണ്ട് കൊക്കോള കേട്ടോ. ഇപ്പൊ രാവിലെ നീച്ചിക്കാണ്ട് അയച്ചാണ് അതാണ്. ആരാടാ രാവിലെ കൊക്കോള വെച്ച്? അതതിന് എപ്പോഴെങ്കിലും ഒക്കെ മന്തി കൊണ്ടുവരുമ്പോഴൊക്കെ കുടിച്ചാനാണതേ. എന്നാ മണവാളനൊക്കെ വന്നപ്പോ മന്തി കൊണ്ടുവന്നാലേ പിന്നെ ആരെങ്കിലും കുടിച്ചിക്കണോ? അല്ല, എനിക്ക് ഡെയിലി മന്തി മുണുങ്ങാൻ തരാം കേട്ടോ. ചോറൊന്നും കുടിച്ചില്ലല്ലോ എന്നോ? ഞാൻ കുടിച്ചോ, കുട്ടികൾക്കാണ് കുടിച്ചാൻ പറ്റാത്തത്. എന്ത് കാല് ഞാൻ എന്നെ പൊതുവെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ കുട്ടികളൊന്ന് പൂണാല് ഇതാക്കിയാല് അല്ലെങ്കിൽ ഓരെന്തെങ്കിലും അസുഖം പറഞ്ഞാലും ഒക്കെ ഞാൻ എവർ മൈൻഡ് ആക്കി എടുക്കുന്ന ഒരാളാണ് ഞാൻ തന്നെ. ഇഞ്ചിലാറാപ്പറാണ് നിങ്ങൾക്ക് ഇനിയിപ്പോ എന്ത് കുട്ടികളൊരു ഭാഗം അവിടെ പോയാലും നിങ്ങളതാ മാറിക്കോളും. അങ്ങനെയല്ല, ഓനക്ക് ആ കാൽസ്യ കുറവ് ഉണ്ടായിട്ടാണ് ഓന്റെ ഫേസിൽ അങ്ങനെ വെള്ളപ്പാട്. അത് സ്കൂൾക്ക് പോണ കുട്ടികളാണ് ആണ്.
ഓൾക്ക് കുറച്ചു നേരം നടന്നാൽ നമുക്ക് തുടങ്ങും കാലുവേദന. അതൊക്കെ അപ്പൊ കാൽസ്യത്തിന്റെ ഞാനതാ പറഞ്ഞത് GBND-ലല്ലേ കാണിക്കണ്ടേ? ഏറ്റവും ലോകം കണ്ട ഏറ്റവും നല്ല ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. എന്നിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ അതല്ല, ഇതില് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവേ. നാസർ ഡോക്ടർ എന്താ എടീ, ഇതിന്നെ കുറ്റം പറഞ്ഞ കാലത്തോളം അന്റെ വേദനയും പാടും മാറൂല. മനസ്സിലായോ? ഇജത് ഹാപ്പി ആയിട്ട് സന്തോഷായിട്ട് ഇന്നലെ ഞാനേ ഇവക്ക് ഇന്നെ കുറ്റം തരില്ല. ഇന്ന് രാവിലെ തന്നെ ഓള് ഫോൺ വിളിച്ചാൽ ഞാൻ വെറുതെ വന്ന് ചോദിച്ചു ആരെ കുഞ്ഞോളെ വിളിച്ചു ചോദിച്ചു. അപ്പോഴത്തേനും എന്താടി പ്രശ്നം ചോദിച്ചു. ഞാൻ ആകെ വിളിക്കുക, ഞാൻ പൊതുവേ ഫോണ് വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഞാൻ ഇങ്ങനെ കോൾ ചെയ്ത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടം തന്നെ അല്ല. ചിലപ്പോ ഞാൻ എടുക്കലില്ല, ചിലപ്പോ എന്റെ മൈൻഡ് നല്ല പോലെ അല്ല, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൻ പറ്റിയൊരു മൂഡിലല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കൂല. പിന്നെ എനിക്ക് അങ്ങോട്ട് തോന്നുമ്പോ അപ്പൊ ഞാൻ വിളിച്ചു കണ്ടതാക്കുന്നത്. അപ്പൊ ഇന്ന് കുഞ്ഞാത്ത വിളിച്ച് ആകെ എനിക്ക് വിളിക്കണ രണ്ടാൾക്കാരാട്ടോ. ഒന്ന് ഇന്റെ ഏട്ടത്തിയും പിന്നെ ഒന്ന് ഇന്റെ അമ്മയും. ഒരു രണ്ടാളാണ് എനിക്ക് വിളിക്കുക, നമ്മളെ കുട്ടികളെ വർത്താനോ അതൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഇന്ന് രാവിലെ ഞാന് ഫോൺ വിളിച്ചപ്പോ എന്നുണ്ട് കാക്കൂന് ആ ഒരു സ്വഭാവം. ഫോൺ വിളിച്ചു എന്താ കാക്കു കാക്കു ഫോൺ വിളിയിലാക്കാരോ. ഇവിടുന്ന് റോട്ടിക്ക് ഇറങ്ങി പോകും, ഫോൺ വിളിച്ചാന് മുറ്റത്തേക്ക് ഇറങ്ങി പോകും. ഈ കുട്ടികളടിന്ന് ഞാൻ ഇവലെ നോക്കി ഫുഡ് ഉണ്ടാക്കി പാത്രങ്ങൾ കഴിക്കുമ്പോഴാണ് ഞാൻ ഈ ഫോണൊക്കെ വിളിക്കുക. അതല്ല എന്നിട്ട് അതല്ല എന്നിട്ട് പറയ്. അതിന് ഞാൻ അറിയാതെ ചോദിച്ചു എന്താടി പ്രശ്നം. ഇവളിങ്ങനെ ഇടങ്ങേറായി വർത്താനം പറയണ കണ്ടപ്പോ ഞാൻ കരുതി ഞാൻ ഇച്ചിരെന്തോ ഇടങ്ങേറായി ഫീലായി വർത്താനം പറയണേ. ഞാൻ ബാത്റൂമിൽ തന്നെ കേൾക്കണ ചോർക്ക് ഇങ്ങനെ വർത്താനം. ഞാൻ ചുമരുമ്പോ ചാരി നോക്കി. ഞാൻ ഇവിടെ ഇടങ്ങേറായി പറയുന്നുണ്ട് ആരോടോ അങ്ങനെ ചൂടാ. അപ്പൊ ഞാൻ അറിയാതെ വന്ന് ചോദിച്ചു എന്താ കുഞ്ഞോളെ പ്രശ്നം. അതിന് ചാടി പിന്നെ എങ്ങനെയാ ചോദിച്ചേ? ഞാൻ അയോണ്ടല്ലോ ഓഫാക്കാൻ പറയാം. ഞാൻ ചായ തരാനാ 11 മണിയായി. ചായ കൊണ്ട ഞാൻ അടുത്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ചായ കൊണ്ടുവന്ന് വെച്ചതൊക്കെ നോക്കി ഞാൻ ആ ഫോൺ കണ്ണ് ചന്തി കൂടി ഉണ്ടാവില്ല എത്ര വലുത്. ഒരു കണ്ണ് ഇറച്ചിന്റെ വലിപ്പ ചങ്ങായി. പിന്നെ കണ്ണ് ഇത്രയല്ലേ ഉള്ളൂ. നോണിച്ചിയേ അടുത്തത് വേറെ വെച്ചിട്ട് അടുത്തത് ഈ കണ്ണൊക്കെ വെച്ചിട്ട് എനിക്ക് എന്താ കിട്ടുന്നത്? രസമില്ലാത്ത ചിത്രം പേജ് പോണ്ടേ. വജിപ്പായി തന്നാണ് ബുക്കല്ലോ. മുഴുവനായി തന്നല്ലേ. ഇതെന്താണ് മന്ത് എന്നതാ തന്നെ. ഇതൊന്ന് നിക്ക് നോക്കട്ടെ ഒന്ന് ഗൈസ്. എന്ത് ഇതെന്താണ് തത്തമ്മ ഗൈസ്? ഇത് ഇബ്രു വരച്ച തത്തമ്മ കേട്ടോ. അതായത് തത്തമ്മക്ക് എന്തോ ഒരു അസുഖം മന്ത് വന്നിക്കണുണ്ട് വീർത്തിക്കണ് തത്തമ്മ അല്ലേ. അന്നെ കളിയാക്കി. ഇത് പരുന്തൊന്നല്ല, ഇത് തത്തമ്മ. എവിടേക്ക് വെച്ച കൂട്ടി പിടിച്ചതാണല്ലേ. എടാ നോക്ക ചന്തമരുന്നുള്ളൂട്ടെ. ചന്തക്ക് ചെറിയുള്ളൂടാ. അന്ന അസുഖത്തിൽ കൊണ്ടോണ്ടേ, ആസ്പത്രി കൊണ്ടേ. കഴിഞ്ഞിട്ട് ചായ അടിച്ചിട്ട് ആസ്പത്രിക്ക് കൊണ്ടേ. ആസ്പത്രിക്ക് പോണോ? പോണ്ടേ? പോണോ?
പരുന്തല്ലേ ഞാൻ തത്തമ്മയാണ് എഴുതിക്കണേ, അതുകൊണ്ടാണ് ഞാൻ അത്ര തടി പ്രതീക്ഷിക്കണതേ. പക്ഷെ ഉമ്മ പറഞ്ഞു ഇതെന്താ ഇതിന് കളർ ചെയ്താലുള്ളൂ കറക്റ്റ് അറിയുള്ളൂ. കളറ് ചെയ്യാൻ പറ്റൂല, എന്നാലുള്ള അതിന്റെ ചിറക് എവിടെയാണ്. പക്ഷെ ഇത് ഇത്രയും വലിയൊരു ജീവി ഒരു ഈർക്കിളിക്കാലുമ്പോ നിൽക്കുവോ? കുറച്ച് തടിയില്ല കാല് വരച്ചു കൊടുക്കോണ്ടി കേട്ടോ. ആരാടെ കളിയാക്കി? ഒരൊറ്റ അടി കേട്ടോ അന്നെ കളിയാക്കിയ. ഞാൻ പരുന്തിനല്ലേ തടി കൂടുതലാണ് അറിയ, പരുന്തിനല്ലേ തത്തമ്മക്ക്. അന്നെന്താ പറഞ്ഞേ? ഇതാരടിയാ പറയാ ഇവിടെ ഫുള്ള അടിയും കച്ചറി കേട്ടോ. ബദർ യുദ്ധക്കാരൻ ഇവിടെ. മധുഹൂത്തല്ല ബദർ യുദ്ധം. വെറു തിന്ന മന്തി മധുഹൂത്തല്ലാത്ത ചിന്ത എനക്കെന്റെ കുട്ടിയാക്കില്ലല്ലോ. ഇതെന്താ അറിയോ? ട്രയാങ്കിള്. ഇത് സ്ക്വയർ ബോക്സ്. ഇത് റെക്ടാങ്കിള്. ഇത് റൗണ്ടുകള്. സർക്കിള്. ഇത് ടിഷാപ്പുങ്കിള്. ഇങ്കിൾ ടിഷാപ്പു അല്ലേ? എന്ത് ഇന്നെ വരച്ചാൻ സമ്മതിച്ചു ഞാൻ. അല്ല ഇന്റെ ആ ഫോട്ടോ നോക്കിയാണ് ഈ കാര്യം വരക്കണേ. അവിടെ ഉണ്ടാ ഫോട്ടോ നോക്കി വരച്ചല്ലോ. ഇന്നെ വരച്ചാണ് കൊണ്ടോ. ഇന്നെ വരച്ചിക്കണേ ഞാൻ സമ്മതിച്ചു തന്നെ കേട്ടോ. മുടിന്റെ അവിടെ ഞാൻ മുട്ടയ്ക്ക് വരച്ചാലും മതി. മുട്ട പറഞ്ഞാൽ കുറച്ച് മുടിയില്ല മതി വരച്ചാലും മതി. അത്ര മുടി വേണമെന്നില്ല. അപ്പൊ ഗൈസിന് ഞാൻ ചായ കുടിക്കട്ടോ. നീ ചടാ ജീബ നീച്ചൻ. ഏതാ മീനുള്ളേ? വർത്താനം പറയണുണ്ടോ? മീൻ വാങ്ങണ്. അപ്പൊ ഞാൻ എന്തൊക്കെ മീനുണ്ട് കാണിച്ചാ. അത് നിക്കണ്ടോ? ഏതാ വാങ്ങണത്? മീൻ വാങ്ങണത്. അപ്പൊ ഒരു മീൻ ഫേദറും ടിഷാപ്പ്. ഇപ്പൊ ഞങ്ങളെ വീട് ഇവിടെ ഇതൊക്കെ മേലൊക്കെ പൂവ്. ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ നല്ല കാഴ്ച പോയി. കാക്കന് മീൻ കണ്ടിട്ട് ഒക്കെ വന്നു. കാക്ക കാക്ക കൂടെ ഇവിടെ ടിഷാപ്പ് ടിഷാപ്പ് നോക്കിക്ക അവിടെ കണ്ടോ കാക്ക കാക്ക. ഞങ്ങളെ ഒരു ചക്ക കഴിച്ച ഞങ്ങളെ അപ്പിച്ചു. ഇതാണ് ഞങ്ങളെ പാടം. ഞങ്ങള് വെള്ള കുക്കര കണ്ട
ഇങ്ങനത്തെ സാധനം കാണിച്ചു അങ്ങോട്ടല്ല അങ്ങനത്തൊക്കെ ഞങ്ങൾ ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട് ആയിരിക്കും കാണുന്നത് മിറാക്കിൾ ഫ്രൂട്ട് പഴുത്തിട്ടൊന്നുമില്ല നല്ലൊന്ന് കാണിച്ചു ഞങ്ങളുടെ ടർഫിൽ ഞങ്ങളെ ടർഫൊക്കെ നോക്കാം ഒരു മാങ്ങ ഇതൊക്കെ ഞങ്ങളുടെ ചുമട്ടുണ്ട് കക്ക കക്ക ഇപ്പൊ ചില സൂം ചെയ്തിട്ടുണ്ട് അപ്പൊ ഗൈസ് അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടിട്ട് പോയപ്പോ ഇബ്രുവിനായിട്ട് നമ്മള് വ്ളോഗ് ഏൽപ്പിച്ചിന് എന്താ കഴിക്കണാവോ. അങ്ങനെ ഗൈസ് കുഞ്ഞോൾ വാട്ട് ഈസ് ദ കൂട്ടാൻ ഓഫ് ദി ടുഡേ? ഇന്നെന്താണ് കൂട്ടാൻ? ഇപ്പൊ ചിന്തിന് ചൂടുള്ള ഇന്ന് മീന് കറി വെക്കാം. ഇന്ന് ഉപ്പേരി അങ്ങനെ വേറൊരു കറി കൂട്ടാനൊന്നുമില്ല കേട്ടോ. പിന്നെന്താ? ഇന്ന് മീൻ വാങ്ങിയില്ല നമ്മള്, അത് പറ്റിക്കാറില്ല കറി മാതിരി കുറച്ച് ഒരു ഒറ്റ ഇത് മതിയല്ലേ നമുക്ക്, ഒരു കൂട്ടാനും ഒരു കറി ഒക്കെ ഒന്നല്ല. ഇന്ന് കൂട്ടാനും കറി ഒക്കെ ഒന്നാ. അച്ഛൻ്റെ റാഷിദാ ഉളുപ്പുണ്ട് എനിക്ക് ഇല്ല ഉളുപ്പിന്റെ ഒപ്പം കൂടിയിട്ടില്ല അതാണ്. അപ്പൊ കഴിച്ചിന്ന് നമ്മൾ ഏതൊരു വീട്ടമ്മമാര് ചെയ്യേണ്ട ഒരു പരിപാടി എന്താ വെച്ചാല് ഒറ്റക്കറി ഒറ്റ കൂട്ടാൻ അല്ലേ, ഒറ്റൊരു സാധനം ഉണ്ടാക്കും. ആ കൂട്ടാനാണ് കരുതേണ്ടവർക്ക് കൂട്ടാൻ കരുതാം, കറി കരുതേണ്ടവർക്ക് കറി കരുതാം. ഒറ്റ മൂന്നതിലൊക്കെ പിടിച്ച് ഇതാക്കിയാണ്ടല്ലോ. അന്നതിനായിട്ട് ഞാൻ കെട്ടിക്കൊണ്ട നിൽക്കണത് ആരടി ദജ്ജാലേ? ഞാൻ ചായ അടിച്ചിട്ടില്ല. ചായയൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ മൂന്നപ്പം നിൽക്കണം. നെയ്ച്ചോറ് മന്തിയോ? മന്തിയായില്ലേ ഇപ്പൊ? മന്തി എവിടുന്നാ? അത് നാള് കൊണ്ടുവന്നില്ലോളെ ബർത്ത്ഡേക്ക്. അപ്പൊ അതിന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി അറിയുമ്മ കേടാണ്. അപ്പൊ ഇന്നലെ അന്തിക്ക് ചോറ് കുറച്ച് കുറവേന്നു. അപ്പൊ കുട്ടിയെ കുറച്ച് കൂക്കിച്ച് അന്ന് കളയണം. കൂക്കിച്ചുമ്പോ ഇഞ്ചി കൂക്കേണ്ടി വരും. നാട്ടുകാരെ വിളിച്ചാണ്ട് കൂഞ്ഞ് കൊല്ലുന്നേറെ ഓക്കെ. ഇനി കുക്കറിലായിട്ട് കൂക്കിച്ചത് ചോറ് രണ്ടു വട്ടം വെച്ചേക്കണം. രണ്ടു വട്ടല്ല, ഇതെന്ത് ഇതാക്കിയ കുട്ടിപ്പോ ഉറങ്ങാണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പണിയൊക്കെ എടുത്തോ. കുട്ടി എണീറ്റ് ഓളെ നോക്കുക, വേറെ ഒന്നും ഇവിടെ ആയിട്ടില്ലേലും പ്രശ്നമില്ല. കുട്ടീൻ്റെ ഒപ്പം കുറച്ചൊരു സമയം ചെലവഴിക്കുക. പിന്നെ ഓളൊന്ന് ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന അതിന് പണിച്ചുണ്ട്, അതാണ് മെയിനായിട്ട്. അതിന് വൈകുന്നേരം എന്ത് ചെയ്യാ, ഉള്ളിക്ക് പനിച്ചുണ്ടാവേ. വൈകുന്നേരം എന്ത് ചെയ്യാ, അതിന് കൊണ്ടുപോവാ ഇബ്രുവിനെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോ. എന്താണ് ചരക്ക് വേഗം ഡ്രസ് വെച്ചാൽ ഭയങ്കര ഒരു സമാധാനം കേട്ടോ. ഇബ്രു ഉണ്ടായതുകൊണ്ടേ കൊറേ നേരം ആ വലയിൽ കൊണ്ടുപോയി എത്തിയപ്പം പാത്രം മോറാനൊക്കെ അങ്ങനെ ഒരു മറ്റേ മേത്തുനിന്നും കേട്ടോ ഒയ്യൂല. അപ്പൊ ആകപ്പാടെ തല മറ്റേ പെരിക്കണാണ്. പിന്നെ അടിച്ചോലിനും തുടക്കലൊക്കെ ഞാൻ അവളോട് പറഞ്ഞാണ് ഞാൻ ചെയ്തുകൊണ്ട് അത് ചടങ്ങാറ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ വെച്ചാല് അടിച്ചോരലും തുടക്കലും ഞാൻ അവളോട് പറഞ്ഞിട്ടാണ് അത് ഞാൻ ചെയ്തു തരാന്ന്. ഇന്നലെ കാക്കുവാണ് കേട്ടോ ഇവിടെ അകം തുടച്ചൊക്കെ തന്നത് എനിക്ക്. അല്ലേ നല്ലൊരു ആളായിട്ടോ. അതല്ല അങ്ങനെയല്ല എന്ന് വെച്ചാല് നമ്മളെന്താ വെച്ചാല് നമ്മളിപ്പോ നല്ലതാണോ ചീത്തയാണെന്നുള്ളതല്ല. എനിക്കും ഇവിടെ 4 കുട്ടികളെ നോക്കാൻ ഇടങ്ങാറ് എനിക്കറിയാം.
അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. അത് ഞാൻ നോക്കി കൊടുത്ത വാക്കാണ്. പക്ഷെ ചില മാപ്പിളാരെ ചില പെണ്ണുങ്ങളാരെ അയക്കൂല ഒന്നിനും. എന്തിങ്ങനെ അടിച്ചു വരാനും തുടക്കാനൊന്നും പറയും. എൻ്റെ മാപ്പിള അങ്ങനെ പണിയെടുക്കണ ഇഷ്ടമല്ല, എൻ്റെ മാപ്പിള അങ്ങനെ നോക്കിയിട്ട് വേണ്ട ഇച്ചുവട അടിച്ചു വരലും തുടക്കലും ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് വേണ്ട ഒന്നിപ്പോ നമുക്ക് വേണ്ട അങ്ങനെ വിചാരിക്കുന്ന ഓരോ പെണ്ണുങ്ങളായിരുന്നു. പക്ഷെ അത് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വീട് പറയുമ്പം അത് വൃത്തിക്ക് കൊണ്ടിറക്കല് നമ്മുടെ ഇങ്ങളെയും ഉത്തരവാദിത്താണ്. പെണ്ണുങ്ങളാര് വെറും പരിത്ത് പണിയെടുക്കാനാണ്. ടിഷ വന്നു ഗൈസ്. ടിഷക്ക് ഒന്നാമത് വെയ്യെന്ന് പനിക്കുണ്ട്. ഇന്നലെ അതേമാതിരി ഫുഡ് കഴിച്ചത് മുഴുവനും ഛർദിച്ച്. നല്ല അന്തിക്ക് ടിഷേ ഞാൻ മരുന്ന് കൊടുത്ത് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് മരുന്ന് കൊടുത്ത് അപ്പൊ മുഴുവൻ ഛർദിച്ച്. എന്നിട്ട് ഒന്നും തിന്നിയില്ല. പിന്നെ ഞാൻ രാവിലെ തിന്നാൻ കൊടുത്തപ്പോ അതും തിന്നണില്ല. നമ്മളെ ഇബ്രുവിനെ കൊണ്ടുള്ള ഒരു മെച്ചം എന്താ വെച്ചാൽ ഇബ്രു എല്ലാത്തിനും നല്ല ഹെൽപ്പാക്കി ഭയങ്കര ഒരു പക്വ മെച്യൂരിറ്റിയിലെ ഒരു കുട്ടിയാണ്. ഇന്നലെ ആ ടെറസ് ക്ലീൻ ചെയ്തത് ഞാനും ഓനും മാത്രാണ്. ഞാൻ ഇവിടെ ഇല്ലേനി കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടേനി വ്ലോഗ് എടുക്കാൻ. ആ കാര്യത്തിൽ ഇബ്രു പക്കാ ഉഷാറാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഞാൻ തുടച്ചരാ, ചിലപ്പോ ക്ലീൻ ആവൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ചെയ്ത് തരണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. ഞാൻ ഓനെ കൊണ്ട് കാണാൻ സത്യം പറഞ്ഞാൽ ഓരോന്ന് പഠിച്ചത് ശരിയാണ്. ബ്രൂവിന് കുറച്ച് പ്രഷർ കൂടുതലാണ് പെട്ടെന്ന് ഇങ്ങനെ. ഒന്നാമത് എന്താ അറിയോ, പ്രഷർ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഓന് വളരുന്നത്. കാരണം കാക്കുനെ കണ്ടുകാണ്ടാക്കാരെ ഓനത് ഇമിറ്റേറ്റ് ചെയ്യും. നമ്മള് നല്ലപോലെ സംസാരിക്കുകയാണെങ്കിൽ ഓരോ അത് കുട്ടികളെ പെട്ടെന്ന് നമ്മളെ കോപ്പി ചെയ്യും. ചില കുട്ടികൾ പെട്ടെന്ന് നമ്മളെ കോപ്പി ചെയ്യും. നിങ്ങളല്ലോ ശരിക്കും നിങ്ങൾ ആകണമല്ലോ റോൾ മോഡല്. നിങ്ങളാണ് അതുകൊണ്ടാണ് ആ പ്രഷർ വരുന്നത്. പക്ഷെ ഈ പെരത്തെ പണി പിന്നിപ്പോ കല്യാണം കഴിച്ചാലും ഓ ഫുള്ള് പെരത്തെ പണിയെടുത്ത് നിക്കും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. വീട്ടിലത്തെ പണിയെടുക്കല് അത് ഒരു ഇതാണ്, നല്ല കാര്യമാണ്. അവനാന്റെ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കണം. അവനാൻ ഭക്ഷണം കഴിച്ച പാത്രം കൊണ്ടുപോയി വെക്കുക, കഴുകണം എന്നല്ല പറയുന്നത്, അത് ആ ടേബിളിൽ നിന്ന് എടുത്തുങ്ങാണ്ട് അവിടെ കൊണ്ടുപോയി വെക്കല്. പിന്നെ പറഞ്ഞാൽ എന്താ പറയാ, നമ്മളിങ്ങനെ ഈ അടുക്കളയിൽ ഓരോ പണിയെടുത്താല് ഞാൻ എന്താ അറിയോ, എല്ലാ പെണ്ണുങ്ങളും അതിനെ അയക്കൂല അറിയാനുള്ള കാരണം എന്താ പറയുക, എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി എന്താ വെച്ചാല് ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ കേട്ടോ, അവർക്ക് ഒരു ആണുങ്ങളതിന് വേണ്ടി തൻ്റെ അടിയായ ആണിനെ കയ്യത്തെ പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ ചൂടായി പ്രഷറൊക്കെ ഉള്ള, അതായത് ഒരു ആണിനെയാണ് പെണ്ണിന് ഇഷ്ടം. അല്ലാതെ പെണ്ണും വെച്ചാൽ ഈ ലാസ്റ്റ് ഞാൻ പെണ്ണുമ്മേ മാറും. ഈ പെരീത്തെ പണി അടിച്ചു വന്ന് തുറക്കലൊക്കെ എടുത്താൽ പിന്നെ എനിക്ക് പെണ്ണുങ്ങളോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. പെണ്ണുങ്ങളോട് താല്പര്യം പറയാം, പുറത്തത്തെ പെണ്ണുങ്ങളോട് മാത്രല്ല എന്നോട് താല്പര്യം ഇല്ലാതെയോ. ഒരിക്കല് ഞാൻ ഇന്നാളൊരു സിഗരറ്റ് വലിച്ച്, മിന്റ് സിഗരറ്റാണ് അത്, അങ്ങനെ പൊട്ടിക്കണ ഒരു ഗ്യാസ് ഉള്ള ടൈപ്പ് സിഗരറ്റാ. അപ്പൊ അതിങ്ങനെ വലിച്ചപ്പോ എന്നോട് പറയാം ഇതധികം വലിച്ചണ്ടോ, അത് ഇത് വലിച്ചാൽ കുട്ടികളുണ്ടാവില്ല എന്നാണ്. അപ്പൊ അന്നേരം നേരെ വലിച്ചട്ടെ, കാരണം കുട്ടികളുണ്ടാവുന്നതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ പെണ്ണുങ്ങൾ അറിയുന്ന ആരാ നിർത്താന്നില്ലാണ്, ഞാനാ നിർത്തണ ഓളാ നിർത്തണമെന്നില്ല രീതിയിലാണ് ഇപ്പൊ അത് ചന്തി കുടിച്ചത്. ഇല്ലട്ടാ ഞാൻ വെക്കാം, അല്ലെങ്കിൽ ഇജ്ജെന്താണ് ഈ വീഡിയോ അപ്പൊ ഇജ്ജി വർത്താനം പറയുന്നത് എന്തിനാ? ഞാൻ പറയും എല്ലാം പോലെ സീരിയസ് ആയിട്ടൊരു വർത്താനം പറയുന്നത് ഒരു നുള്ള ചന്തിമേ ആയിക്കോട്ടെ ഗൈസ്.
അവര് കുടിച്ചിട്ടേ മൊബൈലിൽ കളിച്ച് ഇങ്ങനെ കുത്തിരിക്കാൻ നിൽക്കണ്ട, വേഗം ചോറുന്നു. എൻ്റെ ആസ്വദിച്ച് കണ്ടില്ല തീറ്റ ഉണ്ടല്ലോ, ആ കുട്ടി പോണരും. ഞാൻ ആട്ടി ഉറക്കിയതാ. ആ തിന്നാൻ സമാധാനം ഉണ്ടാവില്ല. എനിക്ക് കുട്ടികൾ വെച്ചുമ്പോ അപ്പൊ എനിക്കൊരു കൈനൊന്നും എടുത്താണേനും നോക്കിക്കാണി ഞാൻ ചോറ് നട്ട് അറിയും. ഇത് തിന്നൽ തുടങ്ങിയിട്ട് അരമണിക്കൂറായല്ലോ. നോക്കിയാണ്ട് സെറ്റപ്പാട്ടോ. ആ പിന്നെ തിന്നാ പേടിപ്പിച്ച് നിർത്തണം നമ്മൾ പെണ്ണുങ്ങളാരെ, എന്നാലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഗായ്സ് എടി അതിലൊരു ഇരട്ടക്കായ ഉണ്ട് കേട്ടോ. ഇരട്ടക്കായ നേരത്തെ ഇരട്ട കുട്ടികളുണ്ടാവും. ഇത് 4 പൂവ്. അങ്ങനെ ഒന്നും അതിനൊന്ന് കൊണ്ടുപോയാലോ ഹോസ്പിറ്റലിക്ക്? അന്നെന്തിന്? അഡ്വാൻസ് ചെയ്താ ക്ഷീണം കൊണ്ടാണത്. നല്ല ഇതിന് നല്ല ഇത് നിങ്ങൾക്ക് പിടിയും പറ്റിയതാ. 4 പൂവ് രസല്ലേ? അങ്ങനെ ഗായ്സ് ഇബ്രാഹിം എങ്ങോട്ടാ പോകുന്നത്? അതിന് മൂക്കൊലിച്ച് എൻ്റെ ചാനലില് ടിഷുമ പോലെ. അപ്പൊ ഗൈസ് ടിഷുമാക്ക് നല്ല പനിയാണ് കേട്ടോ. എന്ത് പന്നിന്നോ? പന്നിയോ? എനിക്കെന്താ അറിയോ, വൈറ്റമിൻസ് പിന്നെ കാൽസ്യം ഒരു ദിവസം നല്ല നടക്കാൻ കഴിയില്ല. പിന്നെ കുരക്കുമ്പോ കഫ് ഉണ്ടാവും. ഷീറ്റ് എടുത്തോണ്ടോ? തള്ളന്റെ അതേ സ്വഭാവം കിട്ടിയിരിക്കണേ. ലിസ്റ്റ് ഇടാൻ തുടങ്ങിയാണ്ടല്ലോ. ഓ ഞങ്ങളാരും കേൾക്കണില്ലല്ലോ എന്റെ കൊര. ടിഷുമ കുട്ടിക്കാണ് ഒന്നിനും വയ്യ, ചിരിയും കൂടി വരുന്നില്ല പനിച്ചിട്ട് അല്ലേ? ഫുഡും കഴിച്ചിട്ടില്ല ഒന്നും. അപ്പൊ നമ്മളെ ഗ്യാസ് കുട്ടികളെയും കൊണ്ട് എന്താ നമ്മള് പിന്നെ ഒരു സ്കീമായിട്ടാണ് കാണിക്കല്. എല്ലാരും പാടെ ഒപ്പം കൊണ്ടുപോകും. എന്നിട്ട് എല്ലാവർക്കും വേണ്ട അസുഖങ്ങളൊക്കെ പറഞ്ഞു എന്ത് ഇതിലിപ്പോ അബ്രു ഇല്ല, കാരണം അബ്രു തറവാട്ടിലാണ്, പിന്നെ കാറും ഇല്ല, പരിമിതികളുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണല്ലേ? പോവല്ലെന്നാ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലേ ബ്രോ? എൻ്റെ പ്രശ്നങ്ങൾ ജന പറഞ്ഞോണ്ടിട്ടോ ബ്രോ. ടിഷുമ കുട്ടിക്ക് നല്ല പനിയാട്ടോ ഗൈസ്. ഒക്കെ ശരിയാവും കേട്ടോ. അലപ്പന എന്തിനാ കൊണ്ടുവന്നിക്കണേ? ഗാഡിയനോ നോണറിയുണ്ടോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ഓരോന്ന് പറയും, ഞാൻ അങ്ങനെ ഛർദ്ദിച്ചു. അപ്പോൾ ഇപ്പം പറയും നോണേട്ടോ അഭിനയിച്ചേട്ടോ അല്ലേ? അത് വേണ്ട കേട്ടോ, അഭിനയിച്ചിട്ട് വരെ വേണ്ട. കുട്ടിക്ക് എന്താണ്? അങ്ങനെ ഗൈസ് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു അല്ലേ? നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അല്ലേ? ജിബ്രാൻ എന്താണ്? ജിബ്രാനെ വെറുതെ കൊണ്ടുപോയതാട്ടോ ഹോസ്പിറ്റലിലേക്ക്. മണ്ടിപ്പാഞ്ഞ് പോകുന്നതാണ്. ഞാനും കൊണ്ടുവരാനാണ്, ഒരാവശ്യമില്ല.
ഒളിച്ച് എന്ത് ഹോർലിക്സോ എന്താ പറഞ്ഞ ഒളിച്ച് എന്താ പറഞ്ഞ ഇത് ഓട്ടല്ല ബൂസ്റ്റ് പറഞ്ഞ ബൂട്ട് ബൂസ്റ്റ് ബൂച്ച് എങ്ങനെയുണ്ട് ബൂസ്റ്റ് അല്ല ബൂസ്റ്റ് ബൂട്ട് എന്ത് ബൂട്ട ആ ഇബ്രാഹിം എന്താണ് ഓർഡർ ചെയ്ത് കബാബ് എന്താ അവസ്ഥ സൂപ്പറാ ഞാനായി കഴിച്ചല്ല രണ്ടു ഭാഗത്ത് ഈർക്കളുണ്ടായതുകൊണ്ട് ആ ചായ പുറത്താക്കിയത് രസമാണ് ആറ്റിയത് എന്താളെ ബൂസ്റ്റ് അല്ലേ ഒരു ഹോർലിക്സും ഉണ്ടാവും ആറ്റിയത് ഓക്കെ എൻ്റെ ഉപ്പ വരും കേട്ടോ അങ്ങനെ ഗായ്സ് ഹോസ്പിറ്റലിൽ പോയി വന്നിരിക്കുകയാണ് ഞങ്ങളില്ലേ അതെ 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 ഋഷി ബേബിയൊക്കെ ഭയങ്കര ക്ഷീണത്തിലാണ് ചായയൊക്കെ കുടിച്ചപ്പോ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് തള്ള കുട്ടിന്റെ തള്ള കണ്ണൊന്നും നീച്ചണില്ല ശരി കേട്ടോ പിന്നെ അതേപോലെ ഔതക്കുഞ്ഞ് 2 ദിവസമായിട്ടല്ല ഇന്നലെ വൈകുന്നേരം പോയതാണ് തറവാട്ടിക്ക് ഇപ്പൊ ഇന്ന് വന്നിക്കണേ മാറുന്ന അന്നോട് ഞാൻ പിടിച്ചാൻ പറഞ്ഞേ ഓന് ഇത് രണ്ടോണ്ട് അത് കൊണ്ടാന്ന് ഇതുപോലെ മരുന്ന് അറിയോ അവനോട് ഈസിലേ മറ്റേ ഇവർക്ക് മരുന്ന് കൊടുത്തിട്ട് പോകുന്നു അതില് അർജന്റായിട്ട് കൊടുക്കണമായിരുന്നാണ് ഛർദിക്കണമായിരുന്നേ അതൊക്കെ പൊട്ടിച്ചിനി ഞാൻ പിന്നെ പെരേന്ന് കൊടുത്തോളാം എന്നൊക്കെ ഗ്യാസിനുള്ളത് കൊടുക്കാണ്ട് പഴം പൂവമ്പഴം കുഞ്ഞ പൂവമ്പഴം